ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു, വിക്രത്തിൻ്റെ മുറിയിൽ കിടക്കാനായിട്ട്. പിന്നെ വിക്രത്തിനാണത് ഇഷ്ടമല്ലല്ലോ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരിക്കാം. നമ്മൾ ഇത്രയും ദിവസം ഒരു മുറിയിലല്ലേ കിടന്നത് എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു മുറിയിൽ കിടന്നെന്ന് കരുതി നമുക്കിടയിലൊന്നും സംഭവിച്ചിട്ടില്ലാതെ എനിക്കും അറിയാം, നിനക്കും അറിയാം, വെറുതെ വേഷം കെട്ടെടുക്കാതെ ഇറങ്ങി പോകാൻ പറഞ്ഞു. വേഷം കെട്ടോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ നെറ്റിയിലെ പൊട്ടൊക്കെ മാറ്റിയതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. മുടിയിലെ മാല അലങ്കോലമാക്കിയതൊക്കെ അത് പിന്നെ മേക്കപ്പ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. മേക്കപ്പോ? അച്ചമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി ഒരു തട്ടിപ്പായിരുന്നില്ലേ അത്? വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി നാണം കെടുത്താൽ നോക്കരുതെന്ന് വിക്രം പറയുമ്പോൾ ഇതിൽ ഇത്ര നാണക്കേട് എന്താ ഉള്ളതെന്ന് ചോദിച്ചു വേദ. അപ്പം നിനക്കൊണ്ടാവത്തില്ല, പക്ഷേ എനിക്ക് നാണക്കേടുണ്ടെന്ന് വിക്രം. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ വേറെ ആരോ ആണ്, ഞാൻ നിനക്ക് വേറെ ആരോ ആയിരിക്കും എന്ന് വിക്രം. വേറെ ആരോ? അത് ശരി, അത് തന്നെയാണ് ശരി, ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ വലിയ പുറത്തറിയും. അത്രയ്ക്ക് വലിയ ഭീഷണിയാണോ? അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിക്കുക വേദ. അപ്പം നീ ആരെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഹലറണ്ട, ഞാൻ അച്ഛമ്മയെ തന്നെ വിളിക്കുന്നതെന്ന് വിക്രമത്തിനോട് വേദ പറഞ്ഞു. നീ എന്തിനാ മുതുക്കിയെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ആരാടാ മുട്ടാളാ മുതുക്കി എന്ന് അവിടെ നിന്ന് തിരിച്ച് ചോദിക്കുക. നിന്റെ അച്ഛൻ വരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോടാ എന്നൊക്കെ പറയുമ്പോൾ വിക്രം വെട്ടുപോത്ത്, കൊമ്പൻ ചില്ലി, ചതിയം പാറ്റ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുക. ചീവീട് മോറ, ആരണബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിക്രത്തെ ചീത്ത വിളിക്കുക നമ്മുടെ മുത്തശ്ശി. എന്നിട്ട് മോളെ വേദേ, എന്താ അവൻ്റെ പ്രശ്നം? അത് പറയും നീ ആദ്യം. എന്നോട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറയാം അച്ഛമ്മേ. അത് ശരി, തുടങ്ങിയോ അവൻ്റെ അസുഖം? തുടങ്ങി. അടുത്ത ബസ് കയറി ഞാൻ ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്നും അല്ലടാ മരമാക്രി എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോൾ അച്ഛമ്മ വെറുതെ BP കൂട്ടല്ലേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞു വിക്രം. ശരിക്കും നീ തമാശ പറഞ്ഞതാണോ? പിന്നെ എന്നെ വിശ്വാസമില്ല അച്ഛമ്മയ്ക്ക്? ഞാൻ നിങ്ങളെ പേരക്കുട്ടിയല്ലേ, നിങ്ങളോട് ഞാൻ നുണ പറയുമോ? അപ്പം നീ മുതുക്കിയെന്ന് വിളിച്ചതോ? അത് പിന്നെ സോറി, ഇനി ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. മോളെ ദേ, പകരം ഞാൻ അവനെ വിളിച്ച പേരുകളൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചേക്കും മോളെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശരി അച്ഛമ്മയെന്ന് പറഞ്ഞു. നിന്നെ കുത്തും ഞാനെന്ന് പറഞ്ഞു വിക്രം അവിടെ നിൽക്കുക. അവൻ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ എന്ന് പറഞ്ഞു. ശരി അച്ഛമ്മേ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താ വേണ്ടത്? കിടക്കണോ ഞാൻ പോണോ? കിടന്നേക്ക്, പക്ഷെ ദൂരെ മാറി കിടന്നോളാൻ പറഞ്ഞു. എന്താടോ ഇത്, തീണ്ടായ്മയോ? അതെ, നിന്നോട് എനിക്ക് അങ്ങനെ തന്നെയാണ്. അത് ഈ ജന്മം മാറാനും പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതേ തന്നോടുള്ള മനസ്സ് മാറിയിട്ടാണെന്ന് താൻ കരുതിയോ? തറവാട്ട് വീട്ടിൽ വെച്ചേ നമ്മൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു അമ്മയുണ്ട് ഈ വീട്ടിൽ. അവരെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി മാത്രമാണ്, അല്ലാത്ത തന്നോട് ഇഷ്ടം സ്ഥാപിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല മരമാക്രി എന്ന് വേദ പറയുമ്പം എടി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കഴിഞ്ഞില്ല. അച്ഛമ്മ പറഞ്ഞ പേരുകൾ ഇനിയും ഉണ്ട്. നിങ്ങൾ മുതുക്കി എന്ന് വിളിച്ചതിന് പകരം അത് മുഴുവനും വിളിച്ചോളാനും അച്ഛമ്മേനോട് പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? വെട്ടുപോത്ത്, കൊമ്പൻ ചില്ലി, ചീവീട് മോറൻ, തടിയമ്പാറ്റ, അരണബുദ്ധി, അങ്ങനെ കുറേ ഉണ്ടല്ലോ എന്നും പറഞ്ഞു നമ്മുടെ വേദ ഇങ്ങനെ പായൊക്കെ വിരിച്ചപ്പോൾ ചീവീട് മോറൻ കിടന്നുറങ്ങാൻ പറഞ്ഞങ്ങ് വേദ കിടക്കുക. അപ്പം എന്നാൽ ഉറങ്ങട്ടെ അരണബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ വിക്രം ഭയങ്കര കലിപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് തലവഴി പുതപ്പ് മൂടി ഇങ്ങനെ വിക്രം അങ്ങ് കിടന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുക രാവിലെ അമ്മ. അപ്പോൾ വേദ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വേദ വന്ന് നോക്കി നിൽക്കുമ്പോൾ മോൾക്ക് ഭക്ഷണം വിളമ്പട്ടെ എന്ന് ചോദിച്ചു അമ്മ. വേണ്ട അമ്മേ, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും മകനും കോരിയിട്ട് കൊടുത്ത് ഇങ്ങനെ അടുത്തിരിക്കുന്നു. വേദ അന്നേരം ഇവരുടെ അടുത്ത് വന്നിരുന്നു. വിക്രമാണെങ്കിൽ വേദ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോഴേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അതെ, ഞാൻ ശ്രീനി സാറിൻ്റെ വീട്ടിൽ പോയിട്ടേ വർക്ക്ഷോപ്പിലേക്ക് വരത്തുള്ളൂ. സാറിന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കൂടെ പോവേണ്ടി വരുമെന്നൊക്കെ വിക്രം ഫോണിലിരുന്ന് പറയുക. ശരി ഓക്കെ, ആയിക്കോട്ടെ, ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഫോൺ അങ്ങ് കട്ട് ചെയ്ത് ഇതെല്ലാം വേദ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആദ്യം ശ്രീനിയിൽ നിന്ന് അകറ്റണം, ഇങ്ങനെ എപ്പോഴും അയാളുടെ പുറകെ പോകുന്നത് തടയാൻ എന്താ ഒരു വഴി എന്ന് വേദ ഇങ്ങനെ ചിന്തിക്കാം. ഇന്നത്തെ ഈ പോക്ക് തന്നെ ഒന്ന് നിർത്തിക്കളയണമല്ലോ, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക വേദ. അപ്പം തന്നെ പെട്ടെന്ന് അമ്മേ, അതെ അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്താ മോളെ? തറവാട്ടമ്പലത്തിൽ പോയി മാലയിടലും അർച്ചനയൊക്കെ കഴിഞ്ഞതല്ലേ, തിരിച്ചു വന്നാൽ ഉടനെ എൻ്റെ താലികെട്ട് നടന്ന അമ്പലത്തിൽ പോയി ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതിനെന്താ, നല്ല കാര്യമല്ലേ, നമുക്ക് പോകാമെന്ന് അമ്മ പറയുമ്പം അതിന് നമ്മൾ പോയിട്ട് കാര്യമില്ല അമ്മേ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് പോകേണ്ടത്. വിക്രം ഇങ്ങനെ വിക്രത്തിനോടായിട്ടും അമ്മയോടായിട്ടും നമ്മുടെ വേദ പറയാം. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ.
ഒന്നും അല്ലാത്തതുപോലെ ഞാനും വിക്രവും കൂടി ഒന്നിച്ചാ പോകണ്ടെന്ന് പറയുമ്പം അച്ഛമ്മ എന്തെങ്കിലുമൊക്കെ പേര് പറയും, നീ അതൊന്നും വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ, വിക്രമെന്ന് അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയുമ്പം വേദമോള് വിക്രം എന്ന് വിളിച്ചോട്ടേടാ, നല്ല പേരല്ലേ അത്, അപ്പം എനിക്കത് ഇഷ്ടമല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ നമുക്ക് 2 പേർക്കും കൂടി അമ്പലത്തിലൊന്ന് പോയേ മതിയാവൂ. അമ്പലത്തിലോ? നമ്മളോ? അയ്യ, നല്ല കാര്യമായി. അതെന്താടാ നിനക്ക് അമ്പലത്തിൽ പോയാൽ? ആ തള്ള അങ്ങനെ ഓരോന്നൊക്കെ പറയും, അത് കേട്ട് നമ്മൾ തുള്ളാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പം, എടാ നിൻ്റെ അച്ചമ്മയാ, വെറുതെ തള്ളേന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞു. അതെ, പകരം വിളിക്കാൻ ഏൽപ്പിച്ച പേരുകൾ എനിക്കും വിളിക്കേണ്ടി വരുമെന്ന് നമ്മുടെ വേദ ഇങ്ങനെ പറഞ്ഞപ്പം, അതെന്താ വേറെ പേരുകളെന്ന് അമ്മ ചോദിച്ചു. അതേ, അപ്പം അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുക. ശരി, ഞാൻ ഇനി അങ്ങനെ വിളിക്കുന്നില്ല. 70 വയസ്സ് കഴിഞ്ഞാൽ ആ യുവതി പറയുന്നതനുസരിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു വിക്രം. മതിയോ? നിങ്ങളോട് ജീവിതം മാറ്റാനൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, അമ്പലത്തിൽ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് വേദ ചോദിച്ചപ്പം, അതെ, അതിനെന്ത് ഇത്ര വലിയ കുഴപ്പമിപ്പാ, നീ എന്ത് ഇത്ര വലിയ പ്രശ്നമായി കാണുന്നേ, എനിക്ക് വേറെ ജോലിയുണ്ട്, ഇവളെയും കൊണ്ട് നാട് ചുറ്റാൻ എനിക്ക് വയ്യ, അത്ര തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ഒച്ച വയ്ക്കുമ്പം, പക്ഷെ അച്ചമ്മ ഏൽപ്പിച്ച കുറേ വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട്, അത് നീ ഒറ്റയ്ക്ക് പോയെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്താൽ മതി എന്നുള്ളതായിരുന്നെങ്കിലേ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, പോയി വന്നാൽ പോരായിരുന്നു, എനിക്ക് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു എന്ന് വേദ ചോദിച്ചു. ഇത് 2 പേരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അമ്മയെന്ന് വേദ എന്നിട്ട് അമ്മയോട് പറയാം. ഞാൻ സിനിമയ്ക്ക് പോകണം, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇത് വിക്രമൻ്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം, സിനിമ എടി, നിൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ട് കിട്ടുന്ന നന്മ അതെനിക്ക് വേണ്ട, അപ്പോഴോ എന്നൊക്കെ ചോദിച്ചു. എടാ ഒന്ന് വായടക്കടാന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടു. വേദ പറഞ്ഞത് എന്തായാലും നിനക്ക് മോശം വരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, അവൾ അന്യ സ്ത്രീയും അല്ലല്ലോ, നിന്റെ ഭാര്യ തന്നെയല്ലേ, അപ്പം പിന്നെ അവൾ പറയുന്നത് കേട്ടാൽ എന്താ, കുറച്ച് കാലം അകന്നു കഴിഞ്ഞെങ്കിലും ഇപ്പം നിങ്ങളെല്ലാം മറന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇനിയെങ്കിലും ഇവള് പറയുന്നത് കുറച്ചൊക്കെ നീ കേട്ടേ പറ്റൂ. അതമ്മേ, ഞാൻ ഈ വിക്രമൻ ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് വരെ പറഞ്ഞു കളയോ അമ്മേ, അത്രയ്ക്ക് ക്രൂരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദന ഭയങ്കര കരച്ചിൽ. ആ മനസ്സിലുള്ള ക്രൂരതയും അക്രമവാസനയൊക്കെ പോകാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വഴിപാടുകളൊക്കെ ചെയ്യാമെന്ന് തന്നെ വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നമ്മുടെ വേദ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ ഇനി നീയായിട്ട് ഓരോ ഒഴിവുകഴിവും പറയണ്ട, മോൾക്കൊപ്പം പോകാൻ നോക്കാൻ പറഞ്ഞു. വിക്രം, നീ ഭക്ഷണം കഴിച്ച് വേദയായിട്ട് വേഗം ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മയും അച്ഛമ്മയെ പോലെ ഓർഡർ ഇടാനായിട്ട് തുടങ്ങിയെന്ന് ചോദിച്ചപ്പം, വെറുതെ ഒന്നും അല്ലല്ലോ, നീ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നവൾക്ക് വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. ഇപ്പം ഞാനൊന്നും കൂട്ടിക്കൊണ്ട് വന്നല്ല, വെറുതെ പറയരുതെന്ന് വിക്രം. ശരി, താലി കെട്ടിയെന്ന് നീ സമ്മതിച്ചല്ലോ, അപ്പം അത് മതി. ഇന്ന് നീ വേദയോടൊപ്പം പോയില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്നോട് നീ മിണ്ടാൻ വരണ്ട, പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ അവിടെ ഇട്ട് പൊരിക്കുവാണ് നമ്മുടെ വേദ. അങ്ങനെ ഇത് വലിയ കെണിയായി പോയല്ലോ എന്ന് പറഞ്ഞു, എന്തേലും കാണിക്കുന്നു പറഞ്ഞു വിക്രം പോയി. വേദ അന്നേരത്തേക്ക് അമ്മയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വേദ ഒരുങ്ങി ഇറങ്ങി വന്നു, വിക്രവും ഇറങ്ങി വരുന്നു. അപ്പോൾ അമ്മ വേദയെ കണ്ടപ്പോൾ പോയിട്ട് വരാമേന്ന് പറഞ്ഞു. പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ഇവർ 2 പേരും കൂടെ പോരുക. അപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന്, മുട്ടി ഒരുമിയിരിക്കാനൊന്ന് നോക്കരുതെന്നൊക്കെ വിക്രം വേദയോട് പറയാം. അപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി പുറകിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഈ ഗട്ടറിൽ കൊണ്ടുപോയി ചാടിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് നിങ്ങളും ചെയ്യരുത്. അപ്പം സുന്ദരിയോ? ആര്? നീയോ? വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയാം. ഞാൻ സെറ്റും മുണ്ട് കൊടുത്ത് ഇറങ്ങുന്നത് കണ്ടപ്പോൾ കണ്ണ് മിഴിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ, അത് പിന്നെ എന്തിനാന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ്റെ വാഴത്തോപ്പിലേക്ക് കോലത്തിന് കറക്റ്റ് ആണല്ലോ എന്നോർത്ത് നോക്കിയതാണെന്നൊക്കെ പറയുക എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ നിൽക്കുന്നു. അതിനെങ്കിലും പറ്റും, അതിന് പോലും പറ്റാത്ത ഒരു ഇളയ മകനായി പോയി ഇവിടുത്തെ സുധാകര മാഷ് എന്ന് പറഞ്ഞു. 2 പേരും കൂടെ കുസൃതിയും കുറുമ്പും വർത്തമാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. എടാ പോയിട്ട് വരാൻ പറഞ്ഞു അമ്മ. അങ്ങനെ അവർ 2 പേരും കൂടെ പോവുക. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ മുട്ടാതെ ഇങ്ങനെ ഫ്രണ്ടിൽ കയറിയിരുന്ന് ഇങ്ങനെ പോവുക. അപ്പോൾ വേദ പറഞ്ഞു, ഇതിനേക്കാളും വേദയെ നടന്നു പോകുന്നതായിരുന്നു. അയ്യോ ആണോ? അഥവാ ഇനി വലിയ ഗട്ടറിലോ ഹമ്പിലോ വീണ ഞാനത് മനഃപൂർവ്വം നിൻ്റെ ദേഹത്ത് മുട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് വരെ നീ പറഞ്ഞു കളയും. അത് പറയാതിരിക്കാൻ ഇതാ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം എന്നെ ഇരുത്തി ഒരുപാട് നേരം ബൈക്കിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെറിയ സ്പീഡിൽ പോകുന്നതെന്നൊക്കെ എനിക്ക് പറയാമല്ലോ. നിന്നെ ഒരുപാട് നേരം ബൈക്കിലിരുത്തണം. ചിപ്പു എടി, ഒരു കൊട്ടയിൽ വേസ്റ്റ് നിറച്ച് വണ്ടിയുടെ പുറകിൽ വെച്ച് നമ്മൾ ഓടിക്കുകയാണെന്ന് വെക്കാം. നമ്മൾ സ്പീഡിൽ ഓടിക്കുമോ? ഇല്ല. കാരണം അത് തട്ടിമറിഞ്ഞ് നമ്മുടെ ദേഹത്ത് തന്നെ വീണ് അഴുക്കാവും. അപ്പം അതാകാതിരിക്കാൻ നമ്മൾ പതുക്കെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതാണ് ശരിക്കുള്ള കാരണം. അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേസ്റ്റ് ആണെന്ന് അർത്ഥം. നീ വേസ്റ്റ് അല്ല, നീ അതിലും മോശമാണെന്ന് വിക്രം. അങ്ങനെ അവർ 2 പേരും കൂടെ വണ്ടിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ദൂരത്ത് അങ്ങ് നിർത്തിയിട്ട് എവിടെയാണ് പോകേണ്ടതെന്നൊന്ന് പറഞ്ഞ് തുലയ്ക്കാവോ എന്ന് ചോദിച്ചു വിക്രം വേദയോട്. ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേദ
പറഞ്ഞ അനുസരിച്ച് അവർ രണ്ടുപേരും കൂടെ പോകുന്നത് രാധ അവിടെ നിന്ന് നോക്കി കാണുക. രാധയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പോലീസുകാർ അവിടെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിക്രവും വേദയും കൂടെ അതുവഴി ചെല്ലുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ആണോടാ വണ്ടി റോഡിലേക്ക് ഇറക്കുന്നത്, മാറ്റി നിർത്തടാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വിക്രത്തെയും വേദത്തെയും പിടിച്ച് നിർത്തി. അപ്പോൾ വേദയും വിക്രവും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹെൽമെറ്റ് ഒന്നുമില്ല, കൊള്ളാവലോടാ, പേപ്പേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ ചോദിക്കുക. അതും നമ്മുടെ വേദയുടെ ആംഗ്ലയുടെ സുഹൃത്തായ പോലീസുകാരൻ. അപ്പോൾ വിക്രം ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് മൊത്തത്തിൽ അടിമുടി നോക്കി. ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം നീ അമ്പലത്തിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ, പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് കാണിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ വിക്രം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എടുത്ത് കാണിച്ചപ്പോൾ ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞതാണല്ലോടാ, ഫൈൻ അടച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി നിരത്തിലിറക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേടാ എന്ന് ചോദിച്ചു. ഫൈൻ അടച്ചോളാമെന്ന് പറഞ്ഞില്ലേ എന്ന് വിക്രം. ആ സമയത്ത് നമ്മുടെ വേദ ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പൊട്ടൻ പോലീസുകാരൻ അത് അറിഞ്ഞില്ല. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ നിനക്കെന്താടാ പ്രത്യേക അധികാരം വല്ലതും ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എവിടെ? എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ ഇങ്ങനെ പറയാം. എന്നിട്ട് ആ പേപ്പറുകളെടുത്ത് വിക്രത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇയാളത് കത്തിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം വേദ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ പേപ്പറുകൾ കത്തിച്ച് കളഞ്ഞപ്പോൾ തോന്നിവാസം കാണിക്കരുതെന്ന് പറഞ്ഞു വിക്രം. കിട്ടിയ അവസരം ഇയാൾ മാക്സിമം മുതലെടുക്കുക കേട്ടോ. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് തോന്നിവാസം കാണിക്കുന്നത് നീയല്ലേടാ എന്ന് ചോദിച്ചു കേട്ടോ. എന്നിട്ട് കോടതിയിൽ കേസ് വന്നാൽ നിനക്കെതിരെ പെറ്റി കേസ് അല്ലാതെ ഒന്നുമില്ലാന്ന് വാദിക്കാൻ ഭാര്യയുടെ പൂർവ്വ കാമുകനായ വക്കീലും. അപ്പം മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് വേദ പറഞ്ഞു. അപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ, കുട്ടിയോട് ഞാൻ മര്യാദ കേടൊന്നും കാണിക്കത്തില്ല കേട്ടോ, ഒന്നുമില്ലെങ്കിലും ജഡ്ജി സാറിൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം ഈ പോലീസുകാരൻ. പക്ഷേ ഇവൻ അങ്ങനെ അല്ലല്ലോ, എനിക്കിവനോട് കാണിക്കാം. വണ്ടി കൊണ്ട് നടക്കുന്നത് പോലെയാ നീ ഇവളെയും കൊണ്ട് നടക്കുന്നത് അല്ലേടാ എന്നൊക്കെ ചോദിച്ച്. വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ആയിരിക്കും ഇവളെ കൊണ്ട് നടക്കുന്നതും അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാൾ അപമാനിച്ച് സംസാരിക്കാം. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് നീ ചൊറിയണത്, ഞാൻ പറഞ്ഞത് സത്യമല്ലേടാ എന്ന് ചോദിച്ചു ഈ പോലീസുകാരൻ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ നീ ഇവൾ ആരാണെന്ന് പറയുവടാ എന്ന് ചോദിച്ചു. കീപ്പോ അതോ സെറ്റപ്പ് ആണെന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ, അതായത് വിക്രം പോലീസുകാരൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. അപ്പോൾ വിക്രം എന്നും പറഞ്ഞു വേദ ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുക. അതായത് കൊങ്ങയ്ക്ക് പിടിച്ചത് മാത്രം പോലീസുകാരനെ പിടിച്ചൊരു തള്ളും കൂടെ തള്ളി. അപ്പോൾ ഇതെല്ലാം പോലീസുകാരും അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു, ബാക്കിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വിക്രത്തെ പൂട്ടാൻ വേണ്ടിയിട്ട് വേദ പക്ഷേ ആദ്യം പിടിച്ചൊന്നും ഇവന്മാർ കണ്ടതുമില്ല. അതിനുശേഷം അതെ സാറേ എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലടോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ ഇവന്മാരൊരു അവസരം നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മേലെ നീ കൈ വെച്ചോടാ നായേന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രത്തിനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇടുക. വേദ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ. വേദ ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കുമ്പോൾ പോലീസുകാർ വിക്രത്തിനെയും കൊണ്ട് അങ്ങ് പോയി. അതും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് കെട്ടിയിട്ട് ഇതിനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുക. അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കലിപ്പുണ്ടെന്നും നിന്നെ കൊണ്ടുപോകാനുള്ളവരൊക്കെ ഇപ്പം തന്നെ വരുമെന്ന് എനിക്കറിയാം, അവരൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് തീർക്കാനുള്ള ഞാനങ്ങ് തീർക്കട്ടേടാന്നും പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി അടിച്ച് തകർക്കുക കേട്ടോ. ഈ സമയത്ത് പോലീസുകാർ തെളിവുകളുമായിട്ട് ഈ എസ്ഐയുടെ അടുത്തേക്ക് വന്നു. സാറെ പിടിച്ചു തക്കി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഭദ്രമായിട്ട് വെച്ചേരെ, ബാക്കിയൊക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാമെന്ന് ഇയാൾ പറയാം. ഇത്തവണ അവനെ രക്ഷിക്കാൻ കഴിയുന്നത് ആരാ ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറിത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് മേലുദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താടോ ഇത് എന്ന് ചോദിച്ചു കേട്ടോ. പറയാനാ പറഞ്ഞത്, എന്താടോ ഇത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. സാറേ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ അയാൾ ചെയ്യുമായിരുന്നു സാറേ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ വിക്രത്തിൻ്റെ ദേഹത്ത് അയാൾ മയക്കുമരുന്ന് കുത്തിവെക്കാൻ, അതായത് വിക്രം മയക്കുമരുന്ന് ഉദ്യോഗസ്ഥനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ ഈ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയൊക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ ഈ മേലുദ്യോഗസ്ഥനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ മയക്കുമരുന്ന് കയറി വന്ന ആൾ കൈയോടെ പിടികൂടി. എന്താണോ ഇതെന്ന് ചോദിച്ചപ്പോൾ ഇത് സ്വന്തം ശരീരത്തിൽ കുത്തിവെക്കാൻ സാറ് പോവായിരുന്നത് കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ വിക്രമൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതായി ഹാജരാക്കാൻ മയക്കുമരുന്നും ഇവർ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ സാർ എന്ന് നമ്മുടെ വേദ കയറി വന്ന് പറയുമ്പോൾ ഈ SI ഒന്ന് നടുങ്ങി. അതെ സാബു സാറേ, CI സാറ് ഞാൻ പരാതിപ്പെട്ടിട്ട് തന്നെ വന്നതാണെന്ന് വേദ പറഞ്ഞു.
സാറിൻ്റെ മുറിയിൽ വിക്രമനെ കൊടുക്കാനായി മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യങ്ങളും വേദ പറഞ്ഞു. അപ്പോഴേക്കും ഈ SI ഇതിലേക്ക് നോക്കുക. അപ്പോൾ എന്തിനാണോ വിക്രമനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാണ് സാർ എന്ന് പറഞ്ഞപ്പം ഡോക്യുമെൻറ്റ്സ് താൻ വാങ്ങിച്ച് കത്തിച്ച് കളഞ്ഞതല്ലേ അല്ലേ എന്ന് ഇയാളോട് ചോദിച്ചു. താൻ കാണിച്ച മണ്ടത്തരം സോഷ്യൽ മീഡിയ വഴി ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. വേദ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അയാളെ നമ്മുടെ വേദ പൂട്ടി. അങ്ങനെ വേദ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്ത് വേദ ഇങ്ങനെ അങ്ങ് ഇവിടെ അങ്ങ് ഇതാക്കുക. ഇതിന് ശേഷം വിക്രത്തെ രക്ഷിക്കാനായിട്ട് വേദ വന്നിങ്ങനെ നിൽക്കുന്നിടത്ത് വേദയുടെ ധൈര്യത്തിന് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് മുന്നിൽ തോറ്റ് തുന്നം പാടി അയാളിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും